ആയുർവേദത്തിലെ നസ്യ തെറാപ്പിയെ പറ്റി പലരും കേട്ടിട്ടുണ്ടാവും. മൂക്കിൽ നമ്മൾ തുള്ളിമരുന്ന് ഒഴിക്കുന്നതായിട്ടായിരിക്കും പലർക്കും അറിയുണ്ടാവുക. ഏതൊരു ചികിത്സാ രീതിയിലെയും പോലെ ആയുർവേദത്തിലെ പഞ്ചകർമ്മയിൽ ഒന്നായ നസ്യത്തിനും അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ഒരു പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയറുണ്ട്, ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ്, അങ്ങനെ പ്രൊസീജിയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ആദ്യമായി നമ്മൾ നെറ്റിയിൽ, കണ്ണിൻ്റെ മീഡിയലായിട്ടുള്ള ആസ്പെക്റ്റിൽ, കവിളിൽ, അതുപോലെ നമ്മളെ ഷോൾഡർ വരുന്ന ഏരിയ, ആ ഒരു ഏരിയയിൽ നമ്മൾ എണ്ണ തേക്കുന്നതാണ് സ്നേഹനം. അത് നമ്മൾ സ്നേഹനം ചെയ്യുക. അതിനുശേഷം അങ്ങനെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്വേദനം ചെയ്യുക. ഒരു സ്റ്റീമർ ഉപയോഗിച്ച് വിയർപ്പിക്കാവുന്നതാണ്. നന്നായിട്ട് വിയർത്തതിന് ശേഷം നമുക്ക് ആ ഒരു പ്രൊസീജിയർ, അതിനൊരു രീതിയുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്ററിൽ പേഷ്യൻറ്റിനെ കിടത്തിയിട്ട് മൂക്ക് കുറച്ച് കഴുത്ത് നമ്മൾ തലഭാഗം കുറച്ച് താഴ്ത്തിയിട്ട് മൂക്ക് മുകളിലേക്ക് വരുന്ന രീതിക്ക് അങ്ങനെ ആ ഒരു പോസ്റ്ററിൽ നമ്മൾ മൂക്കിലേക്ക് മരുന്ന് ഇൻസ്റ്റിൽ ചെയ്യാവുന്നതാണ്. ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഓരോരുത്തരുടെയും പ്രകൃതി അനുസരിച്ചിട്ടാണ് അതിൻ്റെ ക്വാണ്ടിറ്റി, അതുപോലെ ഏത് മെഡിസിനാണെന്നൊക്കെ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 100 മാത്ര, അതായത് 100 മാത്ര ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കഫം സ്പ്യൂട്ടം നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ സൈഡ് മാറി മാറി അവരുടെ ഒരു ബൗൾ എന്തെങ്കിലും വയ്ക്കുക. അതിനുശേഷം അതിനകത്തേക്ക് സ്പ്യൂട്ടം അല്ലെങ്കിൽ കഫം വരുന്നത് തുപ്പാൻ പറയുക. അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ലാസ്റ്റ് കഫം മൊത്തം ഇളകി വരുന്നതായിരിക്കും. അതിന് ശേഷം നസ്യത്തിന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് പറയുന്നത് കബളമാണ്. അതായത് നമുക്ക് വായിൽ കവള് കൊള്ളാം. കവള് കൊള്ളുകയല്ല, അത് ഗണ്ടൂസ് എന്ന പ്രശ്നമാണ്. കവളം ശേഷദോഷ നിവാരണത്തിന് വേണ്ടി ധൂമപാനം, മൂക്കിൽ ഒരു സ്മോക്ക് ഇൻസ്റ്റെയിൽ ചെയ്യണം. അതുപോലെ വായിൽ നമുക്ക് കുറച്ച് കഷായം അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് വായിലിങ്ങനെ വയ്ക്കാവുന്നതാണ് കുറച്ച് നേരം. അപ്പോൾ ബാക്കിയുള്ള കഫം കൂടെ അങ്ങനെ എലിമിനേറ്റ് ആവുന്നതാണ്. അങ്ങനെ നസ്യത്തിന് 3 തലത്തിൽ പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. താങ്ക് യു. നമുക്ക് ഏത് മെഡിക്കേഷൻസ് യൂസ് ചെയ്യാം, ഏത് കണ്ടീഷനിലൊക്കെയാണെന്നുള്ള തുടർന്നുള്ള വീഡിയോസിലുണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.